you're a sky, 'cause you're a sky full of stars. I'm gonna give you my heart, 'cause you're a sky, 'cause you're a sky full of stars. 'Cause you light up the path. I don't care, go on and tear me apart. I don't care if you do. 'Cause in the sky, 'cause in the sky full of stars, I think I saw you. You're a sky full of stars. I wanna die in your arms. Cause you get lighter the more it gets dark. I'm gonna give you my heart. I don't care. In a sky full of stars, I think I see you. I think I see പരിശുദ്ധമായ അൾത്താരയുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ ഡെൽറ്റനും ഏഞ്ചൽ തെരേസയും വിവാഹം എന്ന ഉദാശയിലൂടെ ഒന്നായി തീരുകയാണ്. ഇവർക്ക് വേണ്ടി ഇന്ന ദിനം നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം ഇവരിൽ സമാരംഭിച്ചത് അതിൻ്റെ പൂർത്തീകരണം ഏറ്റവും നന്നായിട്ട് ജീവിക്കുവാനായിട്ട് ദൈവം ഇവർക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ വിശ്വാസം പുലർത്തുവാനായിട്ട് കൃപ നൽകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. തിരുസഭയ്ക്ക് ഇന്ന് സന്തോഷത്തിൻ്റെ ദിനമാണ്. തിരുസഭയിൽ ഒരു കുടുംബത്തിന് ഇന്ന് പിറവിയെടുക്കുന്ന ഈ ദിനം തിരുസഭയോടൊപ്പം നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. വിശുദ്ധിയുള്ള കുടുംബജീവിതം നയിക്കുവാനായിട്ട് ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പരിശുദ്ധമായ ഈ ബലി വഴി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പാപങ്ങൾ മനസ്തപിച്ച് ഈ ബലി അർപ്പിക്കാനായി നമ്മെ തന്നെ ഒരുക്കാം. സഹോദരരെ, രഹസ്യങ്ങൾ ഉണ്ടാകുന്നതിന്
യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിധികനിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവകരന് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകണേ. Cristo
കർത്താവേ, അങ്ങയുടെ അപേക്ഷകൾ ഞങ്ങളുടെ അപേക്ഷകൾ അങ്ങ് ശ്രവിക്കുകയും അങ്ങേ ദാസരായ രഥന്റെയും ഇഞ്ചന്റെയും മേൽ അങ്ങേ കൃപ കരുണാപൂർവം വർഷിക്കുകയും ചെയ്യണമേ. അങ്ങനെ അങ്ങേ അൾത്താരയുടെ മുൻപാകെ ഒന്നാക്കപ്പെടുന്ന ഇവർ പരസ്പര സ്നേഹത്തിൽ സ്ഥിരീകരിക്കപ്പെടുമാറാകട്ടെ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ഒന്നാം ലേഖനത്തിൽ നിന്നുള്ള വായന. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാകുക. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നുവല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങളെല്ലാവരും ഹൃദയൈക്യവും അനുകമ്പയും സഹോദര സ്നേഹവും കരുണയും വിനയവും ഉള്ളവരായിരിക്കുവിൻ. തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. കർത്താവിന്റെ വചനം. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്ക് ഒരുമിച്ച് അവിടുത്തെ നാമം സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അവിടുത്തെ ആശ്രയിക്കുന്നവർ ഭാഗ്യവാൻ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷ വായന. അക്കാലത്ത് യേശു ഫരിസേയരോട് അരുളി ചെയ്തു, സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ
ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. കർത്താവിന്റെ സുവിശേഷം. ബലിവേദിയിലെ ശ്രേഷ്ഠ വൈദികരായ ശോഭിനച്ച, രചനച്ച, വിവാഹമുദാസിന്റെ മുഖ്യ കാർമ്മികരായ ബെൽറ്റൻ, ഏഞ്ചൽ തെരേസ, അവരുടെ മാതാപിതാക്കന്മാരെ പ്രാർത്ഥിക്കുന്നു. സുഖമാണ്, ഹാപ്പിയാണ്. എനിക്ക് ടെൻഷനാണെന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ഇവരുടെ മാതാപിതാക്കന്മാരെ തന്നെയുണ്ട്. എനിക്ക് ഹാപ്പിയാണ്, സന്തോഷമാണ്. ഡെൽറ്റൻ്റെ മാതാപിതാക്കന്മാരെ സാധാരണ വിവാഹത്തിൻ്റെ പ്രസംഗം ഞാൻ പറയാത്തതാണ്. ഇവിടെ വന്നപ്പോൾ വികാരിച്ചതും അതുപോലെ തന്നെ അച്ഛന്മാർ പറഞ്ഞു, അച്ഛൻ പറയണം, പ്രസംഗം പറയണമോ. പറയാത്തതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു സാഹചര്യത്തിലല്ല നിങ്ങളെന്നറിയാം. കാരണം ഇത് കഴിഞ്ഞിട്ടുള്ള ഇപ്പോൾ തന്നെ ടെൻഷനിലായിരിക്കും. ഇത് കഴിഞ്ഞിട്ടുള്ള പരിപാടിയെക്കുറിച്ചായിരിക്കും ഇപ്പോൾ ഇതിൻ്റെ ആലോചിക്കുന്നത്. അപ്പോൾ ഇവിടെ അച്ഛന്മാരും പറയുന്ന ഉപദേശത്തിൻ്റെ പ്രസംഗത്തിനൊക്കെ അധികം താല്പര്യം ആരും തന്നെ കാണിക്കാറില്ല. എങ്കിലും വികാരിച്ച് മറ്റച്ഛന്മാരും ആവശ്യപ്പെടുന്നത് അനുസരിച്ച് ഒരു ദൈവനിമിത്തമാണെന്ന് മനസ്സിലായിക്കൊണ്ട് ഈ വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഡെൽറ്റനും ഏഞ്ചൽ തെരേസയ്ക്കും ഏകദാനം ഉപദേശം അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുകയെ ആയിക്കോട്ടെ. രണ്ട് വ്യത്യസ്തമായ കുടുംബങ്ങൾ ഇന്ന് ദൈവസമക്ഷം വിവാഹമതമൂലാശയിലൂടെ ഒന്നിക്കാൻ പോവുകയാണ്. ഡെൽറ്റിനെ സംബന്ധിച്ചുള്ള ഡെൽറ്റിൻ്റെ മാതാപിതാക്കന്മാരെ പ്രത്യേകിച്ച് തൻ്റെ കുടുംബത്തിലേക്ക് ആരാണ് ഡെൽറ്റിൻ്റെ ഭാര്യയായിട്ട് വരാൻ പോകുന്നത്, തന്നെ വാർദ്ധക്യകാലത്ത് ആരാണ് നോക്കാനായിട്ടൊക്കെ വരുന്നത് ആലോചിച്ച് തൻ്റെ മകന് വേണ്ടി ഒരു ഭാര്യയെ അന്വേഷിക്കുകയായിരുന്നു, അതിനുവേണ്ടി ഒരുങ്ങിയായിരുന്നു എന്ന് പ്രത്യേകിച്ച് തീർച്ചയായിട്ടും ഞങ്ങൾ പ്രാർത്ഥിച്ചതാണ്. ഏഞ്ചൽ തെരേസയെ സംബന്ധിച്ചുള്ള എൻ്റെ സ്വന്തം കുടുംബ അംഗമാണ്. അതുകൊണ്ട് എന്തുമാത്രം അവർ ഒരുങ്ങിയിട്ടുണ്ട്, ഏത് പ്രത്യേകിച്ച് മാത്രം പ്രാർത്ഥിച്ചതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. തൻ്റെ മകളെ ജന്മം കൊടുത്ത് വളർത്തി ആരെയാണ് താങ്കൾ നാള് സംരക്ഷിക്കുകയും പരിപാലിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ഈ മകളെ തങ്ങളെ പോലെ തന്നെ സ്നേഹിക്കുവാനായിട്ട് ആരുടെ കയ്യിലാണ് പിടിച്ചേൽപ്പിക്കുക എന്നവരെ അന്വേഷിക്കുകയായിരുന്നു. അത് കണ്ടെത്തിയത് ഡെൽറ്റനെയാണ്. ഇന്ന് ഇരുവരും ദൈവസമക്ഷം നമ്മളെല്ലാവരെയും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഇന്ന് നിങ്ങളെടുക്കുന്ന തീരുമാനം ജീവിതാന്ത്യം വരെ നിലനിൽക്കാനുള്ള ഒന്നാണ്. നിങ്ങൾക്ക് വേണ്ടി ഇടവക സമൂഹം, വികാരിച്ചന്മാരും, പള്ളി, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ എല്ലാവരും ഈ ദിവസങ്ങളിൽ ഒരുങ്ങിയായിരുന്നു. നിങ്ങളെ പ്രത്യേകിച്ച് മാസങ്ങളായിട്ട് ഒരുങ്ങിയായിരുന്നു. ഈ ഒരുക്കങ്ങളെല്ലാം കുറച്ച് കഴിയുമ്പോൾ അവസാനിക്കും. പരിപാടികൾ, ആഘോഷങ്ങളൊക്കെ അവസാനിക്കും. അപ്പോൾ നിങ്ങൾ ഇന്ന് ദൈവസമക്ഷം എടുത്തിരിക്കുന്ന ഈ വലിയൊരു തീരുമാനം മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയായിട്ട് ഉതകുന്ന 1-2 ഉപദേശങ്ങൾ. ഡെൽറ്റനെ സംബന്ധിച്ചിടത്തോളം ഡെൽറ്റ വളരെ നാളുകൾക്ക് ശേഷം അന്വേഷിച്ച് കണ്ടുപിടിച്ച ഒരു വധുവാണ് ഏഞ്ചൽ തെരേസ എന്ന് പറയാൻ സാധിക്കുകയില്ല. ഡെൽറ്റൻ ആദ്യമായിട്ടല്ല ഒരു വീടിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഏഞ്ചൽ തെരേസയെ സംബന്ധിച്ചും ഏഞ്ചൽ തെരേസ ആദ്യമായിട്ടല്ല ഒരു പുരുഷനെ കാണുന്നത്. പലരെ കണ്ടാണ് ഇരുവരും അങ്ങോട്ടും അച്ഛനെന്താണ് പറഞ്ഞു വരുന്നതായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. നിങ്ങൾ പരസ്പരം എൻ്റെ ഭാര്യയെ കണ്ടുപിടിച്ചു എന്ന് ഡെൽറ്റനും എൻ്റെ ഭർത്താവിനെ കണ്ടുപിടിച്ചു എന്ന് ഏഞ്ചൽ തെരേസയ്ക്കും ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല. നിങ്ങൾ പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ട് നമുക്ക് ഒരുമിച്ച് വിവാഹം കഴിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കണം എന്ന് ആഗ്രഹിച്ച ഒരാൾ പൊക്കത്തുണ്ട്. അവരുടെ തീരുമാനത്തോട് നിങ്ങൾ ഇന്ന്
ദൈവസംരക്ഷണം നിങ്ങൾ യേശു പറയുകയാണ് ഈ വിവാഹത്തിലൂടെ. അപ്പൊ ദൈവം അവിടെ നിന്ന് തീരുമാനിച്ചത് നിങ്ങൾ ഇന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അംഗീകരിക്കുകയാണ്. അതാണ് ഈ വിവാഹം എന്നുള്ള ഉദാഹരണം. അപ്പൊ ദൈവത്തിന്റെ പദ്ധതിക്ക് ഒന്നിക്കണം, നിങ്ങൾ തമ്മിൽ ഒന്നിക്കാനുള്ള പദ്ധതിക്ക് നിങ്ങൾ യേശു ഓടുകയാണ് ഇന്ന്. അതിനെ ആദ്യമായിട്ട് ദൈവത്തിന്റെ അനുഗ്രഹം സമൃദ്ധമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകണം. അപ്പോൾ ദൈവം യോജിപ്പിച്ച നിങ്ങളെ ഒരിക്കലും വേർപെടുത്താനായിട്ട് ആർക്കും സാധിക്കില്ല, ഒരിക്കലും വേർപെടാൻ പാടില്ല. അതിനായിട്ട് നിങ്ങൾ യോജിപ്പിച്ച ആ വ്യക്തിയോട് നിങ്ങൾ എപ്പോഴും കടപ്പെട്ടവനായിരിക്കണം. ഏത് സന്ദർഭത്തിലും ഡെൽറ്റന് പറയാൻ കഴിയണം, ഈ ഭാര്യയെ എനിക്ക് നന്ദി ദൈവമേ നിനക്ക് ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ തിരിച്ച് ഏഞ്ചൽ തെരേസയ്ക്കും പറയാൻ സാധിക്കാൻ ഏത് വിഷമാവസ്ഥയിലും സന്തോഷാവസ്ഥയിലും മാത്രമല്ല, എൻ്റെ ഈ ഭർത്താവിനെ എനിക്ക് തന്നതിന് ദൈവമേ നിനക്ക് ഞാൻ നന്ദി പറയുന്നു. അങ്ങനെ പറയാൻ സാധിക്കണം. കാരണം ദൈവം യോജിപ്പിച്ചതാണ്. ആ ഒരു ഉത്തമ ബോധ്യം നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. ആദ്യമായിട്ട് ഇത് ഞാൻ തിരഞ്ഞെടുത്തതല്ല, മറിച്ച് ദൈവം എനിക്ക് കാണിച്ചു തന്നതാണ്. ദൈവമാണ് ഞങ്ങൾ യോജിപ്പിച്ചത് എന്ന ഒരു ഉത്തമ വിശ്വാസ ബോധ്യം ആദ്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അന്ത്യം വരെ ഉണ്ടായിരിക്കണം. രണ്ടാമതായത് അമേരിക്കൻ പ്രസിഡന്റായ വിൻസ്റ്റൺ ചർച്ചിലിനെ ആദ്യമായിട്ട് അവിടുത്തെ ഒരു വനിത വന്നിട്ട് ഇങ്ങനെ വിശ്വസ് അറിയിക്കുമ്പോൾ പ്രകാരം പറയുന്നുണ്ട്, ഇതാ അമേരിക്ക തങ്ങൾക്കായിട്ട് എല്ലാം അവിടെ നിന്ന് നൽകിയിരിക്കുകയാണ്. ഉടനെ അദ്ദേഹം പറയുന്നുണ്ട്, അമേരിക്ക എനിക്ക് എന്ത് നൽകുമെന്നല്ല ഞാൻ ചിന്തിക്കുന്നത്, മറിച്ച് അമേരിക്കയ്ക്ക് വേണ്ടി എനിക്ക് എന്ത് നൽകാൻ സാധിക്കും, എൻ്റെ രാജ്യത്തിന് വേണ്ടി എനിക്ക് എന്ത് നൽകാൻ സാധിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇതുപോലെയായിരിക്കണം നിങ്ങളുടെയും ചിന്താഗതി. ഡെൽറ്റനെ സംബന്ധിച്ചോളം എൻ്റെ ഭാര്യയിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും എന്നല്ല ഇനി മുതൽ ചിന്തിക്കേണ്ടത്, മറിച്ച് എനിക്ക് എന്ത് ഭാര്യയ്ക്ക് കൊടുക്കാൻ സാധിക്കും. തിരിച്ചും അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടുമെന്നല്ല, ഒരു കൊടുക്കൽ വാങ്ങൽ വ്യവസ്ഥയല്ല വിവാഹം എന്നുള്ളത്. അച്ഛൻ ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് മാരേജ് കോഴ്സിൻ്റെ കാനഡോ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു പ്രൊഫസർ വന്നിട്ട് ഒരു മാരേജിൻ്റെ ഡൈവോഴ്സിൻ്റെ കേസ് അവതരിപ്പിക്കുന്നു. കേസുള്ള മുഖ്യ കാരണം വർഷങ്ങൾ 18 വർഷത്തോളം ഒരുമിച്ച് താമസിച്ച വിവാഹ മോചനത്തിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബർത്ത്ഡേ സമയത്ത് 17ാമത്തെ ബർത്ത്ഡേ അവരാഘോഷിക്കുന്ന സമയത്ത് ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുത്ത ഗിഫ്റ്റ് വളരെ ചെറുതായി പോയി. തൻ്റെ സുഹൃത്തുക്കൾക്ക് വലിയ വലിയ ഗിഫ്റ്റ് നൽകിയപ്പോൾ ഭർത്താവ് കൊടുത്ത ഗിഫ്റ്റ് ചെറുതായി പോയി. ആ ഒരു കാരണം പറഞ്ഞാൽ അവർക്ക് വിവാഹമോചനം നൽകുന്നത്. ഭർത്താവ് എന്ത് നൽകിയാലും അതോടൊപ്പം തന്നെ ഭാര്യ എന്ത് നൽകിയാലും അതൊരു ചെറിയ കാര്യമാണെങ്കിൽ പോലും കൂടി അത് ഏറ്റവും ബെസ്റ്റാണ് അവൾ എനിക്ക് നൽകുന്നത്, അവൻ എനിക്ക് നൽകുന്നത്, ആ സന്ദർഭത്തിൽ എനിക്ക് നൽകുന്നത് എന്ന് പറയാനായിട്ട് ഭാര്യയ്ക്ക് ഭർത്താവിന് സാധിക്കണം. നൽകുന്ന എന്തിനും ഒരു അപ്രിസിയേഷൻ കൊടുക്കാനായിട്ട് സാധിക്കണം. അപ്പോഴാണ് വിവാഹ ജീവിതം മാധുര്യമുള്ളതായിട്ട് മാറുന്നത്. രണ്ടാമതായിട്ട് ഒരു തുറന്ന പുസ്തകമായിരുന്നു നിങ്ങളുടെ ജീവിതം. ഇനി മുതൽ നിങ്ങൾ തമ്മിൽ ഒളിക്കാൻ നോക്കുന്നതിന് ഉണ്ടാകരുത്. ഒരു ഓപ്പൺ ഹാർട്ട് എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഓപ്പൺ പുസ്തകമായിരിക്കണം. ഒരു തുറന്ന പുസ്തകം പോലെ ജീവിക്കണം. ഒളിക്കാണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകണം. തുറന്നു പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. അതേത് സന്ദർഭത്തിലാണെങ്കിലും ഏതോ വിഷമാവസ്ഥയിലാണെങ്കിലും തുറന്നു പറയാനുള്ള ഒരു മനസ്ഥിതി രണ്ടുപേർക്കും ഉണ്ടെങ്കിൽ കുടുംബ ജീവിതം വളരെ മനോഹരമായിട്ട് തീരുന്നു എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായി വന്ന വളരെ ജീവിതാനുഭവങ്ങൾ അച്ഛന്മാരുടെ പങ്കുവയ്ക്കുന്നതിന് അടിസ്ഥാനത്തിൽ നൽകുന്ന ഉപദേശമാണ്. എല്ലാം തുറന്നു പറയാം, ഒന്നും ഒളിച്ചു നോക്കുക. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സീക്രട്ട് എന്നുള്ളൊരു വാക്കും ഉണ്ടാകാം. ഏത് സന്ദർഭത്തിലാണെങ്കിലും ഏത് അവസ്ഥയിലാണെങ്കിലും ഞാൻ ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് തുറന്നു പറയാനായിട്ട് ഭാര്യയ്ക്ക് ഭർത്താവിന് സാധിക്കും. മൂന്നാമതായിട്ട് അച്ഛൻ വിളിക്കുകയാണ്. വീണ്ടും എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇനി വരും ഒന്ന് കട്ടിലിൽ ഇരുന്നുകൊണ്ട് കൈകൾ പിടിച്ചുകൊണ്ട് ഇനി കൈകൾ ഊപ്പി കർത്താവിൽ എൻ്റെ ഭാര്യയിലേക്ക് തന്നേന് ഞാൻ നന്ദി പറഞ്ഞു. എൻ്റെ
കർത്താവിനെ എനിക്ക് നൽകിയതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന് ഏത് അവസ്ഥയിൽ കുടുംബങ്ങളുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം. തീർച്ചയായിട്ടും കുടുംബങ്ങൾ ബുദ്ധിമുട്ടും പ്രയാസമില്ലാത്ത കുടുംബ ജീവിതമില്ല. ഏത് അവസ്ഥയിലും എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പായി കൈകൾ പിടിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാനും പ്രാർത്ഥിക്കുവാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അച്ഛൻ 100% ഗ്യാരണ്ടി പറയണം. നിങ്ങളെ പിരിക്കാൻ ഒരു സന്ദർഭത്തിനും ഒരു ശക്തിക്കും ഒരു വ്യക്തിക്ക് സാധിക്കുകയില്ല. അവസാനമായിട്ട് അച്ഛൻ പറയാൻ പോകുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു സന്ദേശം അച്ഛനെ ഫീൽ ചെയ്യുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് പഠിക്കുന്ന സമയത്ത് ബെനഡിക്റ്റ് മാർപ്പാപ്പ, അത് മാർപ്പാപ്പ ആയിട്ടില്ല, അത് ഞങ്ങൾക്ക് ക്ലാസ്സിൽ വരുന്ന സമയത്ത് അദ്ദേഹം കുടുംബജീവിതത്തെക്കുറിച്ച്, വിവാഹ ജീവിതത്തെക്കുറിച്ച് ഒരു ഉദാഹരണം പ്രകാരം പറയുന്നത്, കുടുംബജീവിതം എന്ന വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. ഇറ്റ് ഈസ് എൻ ആർട്ടാണ്. എല്ലാം ഉണ്ടാകാം, നല്ല ക്യാൻവാസ് ഉണ്ടാകാം, നല്ല മെഡിസിനുകൾ ഉണ്ടാകാം, പറഞ്ഞു നല്ല കവേഴ്സ് എല്ലാം ഉണ്ടാകാം, എല്ലാം ഉണ്ട്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ടാകാം. നല്ല ഭാര്യ ഉണ്ടാകാം, നല്ല ഭർത്താവ് ഉണ്ടാകാം, നല്ല പേരൻസ് ഉണ്ടാകാം, നല്ല മക്കളുണ്ടാകും, നല്ല ജോലി ഉണ്ടാകും, നല്ല ഫ്രണ്ട്സുകളുണ്ടാകും, എല്ലാം കളേഴ്സും. പക്ഷെ അത് വരക്കാണ്ട് അറിയാം. മനുഷ്യന് മനോഹരമായ ഒരു ചിത്രം പുറത്തു വരും, നല്ലൊരു കുടുംബജീവിതം പുറത്തു വരും. അങ്ങനെ നല്ലൊരു കുടുംബജീവിതം വരച്ചു തീർക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. അത് കണ്ട് മറ്റുള്ളവർക്ക് ആസ്വദിക്കാനും മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുവാനും നിങ്ങളുടെ കുടുംബജീവിതം സമൃദ്ധമായിട്ട് ദൈവം മാതാവും വിശുദ്ധവും അനുഗ്രഹിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ഞങ്ങളെല്ലാവരും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, പുരോഹിതന്റെയും സമൂഹത്തിന്റെയും മുൻപിൽ വെച്ച് നിങ്ങളുടെ സ്നേഹം പരിശുദ്ധമായ ഉദാശയാൽ മുദ്രണം ചെയ്ത് ഉറപ്പിക്കുവാനാണല്ലോ നിങ്ങൾ ഇന്ന് ഈ ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തെ ക്രിസ്തുനാഥൻ വാത്സല്യപൂർവ്വം ആശീർവദിക്കുന്നു. അവിടുന്ന് ജ്ഞാനസ്നാനത്താൽ നിങ്ങളെ പവിത്രീകരിച്ചിട്ടുള്ളതാണല്ലോ. ഇപ്പോഴാകട്ടെ ഒരു പ്രത്യേക ഉദാശയാൽ നിങ്ങളെ ധന്യരാക്കുകയും ശക്തിപ്പെടുത്തുകയുമാണ്. വൈവാഹിക ജീവിതത്തിന്റെ എല്ലാ ചുമതലകളും യഥാവിധി നിർവഹിച്ച് അജീവനാന്തം പരസ്പര വിശ്വസ്തത പാലിക്കുവാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പരസ്പര സമ്മതം ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയുക. ഡയറക്ടർ ഏഞ്ചൽ, നിങ്ങൾ വിവാഹിതരാകാൻ വന്നിരിക്കുന്നത് ആരുടെയും സമ്മർദ്ദം കൂടാതെയും പൂർണ്ണമായ അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടെയാണ്. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലയിൽ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കുവാൻ സന്നദ്ധരാണ്. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മൂല്യങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുവാനും ക്രിസ്തുവിന്റെയും സഭയുടെയും പ്രബോധനം അനുസരിച്ച് വളർത്തുവാനും സന്നദ്ധരാണ്. വിവാഹ ഉടമ്പടി ചെയ്യാൻ പോകുന്ന നിങ്ങൾ വലതുകരം ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെയും തിരുസഭയുടെയും മുൻപാകെ സമ്മതം പ്രകടമാക്കുക. ഭാര്യയായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ചു ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളെ എന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ചു ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. പരസ്പര സമ്മതം കർത്താവ് കാരുണ്യപൂർവ്വം സ്വീകരിച്ച് അനുഗ്രഹാശിച്ചുകൊണ്ട് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. പരസ്പര സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെയും അടയാളമായി ഈ ദമ്പതികൾ
സത്യത്തിൻ്റെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മോതിരം ധരിച്ചുകൊള്ളുക. നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മോതിരം ധരിച്ചുകൊള്ളുക. ദൈവമേ, പ്രസാദവരത്തിൻ്റെ ഈ അടയാളമായ പ്രസാദവരത്തിൻ്റെ അടയാളമായ ഈ മന്ത്രം കൂടി ദയാപൂർവ്വം ആശീർവദിക്കണമേ. ജ്ഞാനസ്നാന അവസരത്തിൽ പ്രസാദവരം വഴി ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞ ഈ ദമ്പതികൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള പാവനമായ ബന്ധത്തിന്റെ പ്രതിബിംബനമായി ജീവിച്ച് സ്വർഗത്തിൽ മഹിമയുടെ വസ്ത്രം അണിയുവാൻ അനുഗ്രഹം നൽകണമേ. തിരുസഭയെയും സർവ്വലോകത്തെയും വിശേഷിച്ച് ഇന്ന് വിശുദ്ധ വിവാഹത്താൽ ഒന്നിച്ച ഈ സഹോദരനെയും സഹോദരിയെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അങ്ങേ സത്യസഭയെ നയിക്കുവാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന പരിശുദ്ധ പിതാവായ ലിയോ മാർപ്പാപ്പയെയും സഭാ നേതൃത്വത്തിലുള്ള എല്ലാ പിതാക്കന്മാരെയും ഞങ്ങളുടെ രൂപതയെ നയിക്കുന്ന ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതവിശുദ്ധിയിലും പ്രാർത്ഥനാ ചൈതന്യത്തിലും നിരന്തരം പരിസരങ്ങളുടെ നിലവിൽ സഭാമക്കളെ നയിക്കുവാൻ അവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുവാനും സമൂഹത്തിന് മുന്നിൽ നിന്ന് സേവനം അനുഷ്ഠിക്കാനും ദൈവം തിരഞ്ഞെടുത്ത എല്ലാ വൈദികരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. എല്ലാ അഭിഷിക്തരെയും പരിശുദ്ധാത്മാവിന്റെ വരദാനഫലങ്ങൾ നിറച്ച് അങ്ങേ ദിവ്യ ചൈതന്യത്താൽ പൂരിതരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവായ ദൈവമേ, വിവാഹങ്ങളും ലഭിക്കപ്പെട്ട രചനയും ഏറ്റുകയും സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാനും ക്രൈസ്തവ ദാമ്പത്യ ധർമ്മങ്ങൾ വിശ്വസ്തയോടെ അനുഷ്ഠിക്കുവാനുമുള്ള അനുഗ്രഹം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹമെന്ന കൂതാശയാൽ ദൈവം കൂട്ടിച്ചേർത്ത ദമ്പതികൾ പരസ്പരം ക്ഷമിച്ചും സഹിച്ചും സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും ജീവിതം നയിക്കുവാനും കുടുംബത്തിലെ മറ്റ് അംഗങ്ങളെ അംഗീകരിച്ചും ഐക്യത്തിൽ ജീവിക്കാനുമുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, കുടുംബജീവിതം നയിക്കുന്നതിനും കുടുംബത്തിന്റെ ദീപമായി പ്രശോഭിക്കുന്നതിനും വിളിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ദമ്പതികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ജീവിതത്തിന്റെ വഴിക്കാരയിൽ പ്രശ്നങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും ഉണ്ടാകുമ്പോൾ വിഘടിച്ചു പോകാതെ ദൈവത്തിൽ പ്രത്യാശ വെച്ച് പ്രാർത്ഥനയിൽ ഉത്തരം കണ്ടെത്തുവാനുള്ള കൃപ അവർക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ആവശ്യങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അല്പസമയം മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം.
കാഴ്ചയേകാം കാസയിൽ പകർന്നിടാം പീലാസയിൽ കാഴ്ചയേകാം കാസയിൽ പകർന്നിടാം പീലാസയിൽ ഉള്ളവും എന്നുള്ളതും ദേഹവും എൻ ദേഹിയും സ്നേഹമോടേകാം കാഴ്ചയേകാം കാസയിൽ പകർന്നിടാം പീലാസയിൽ നീർത്തുള്ളി വീഞ്ഞിൽ ചേർന്നിടുമ്പോൾ നിന്നിൽ ഞാനൊന്നായിരിക്കട്ടെ നീർത്തുള്ളി വീഞ്ഞിൽ ചേർന്നിടുമ്പോൾ നിന്നിൽ ഞാനൊന്നായിരിക്കട്ടെ കാൽവരി മലയിൽ തിരുമൈ നീണവും താതനു യാഗമായി നൽകിടുന്നു ഇന്നെന്നെ തളർത്തും പാപങ്ങൾ ഭാരങ്ങൾ കാഴ്ചദ്രവ്യങ്ങളായേകിടുന്നു അൾത്താരയാണേ എന്നഭയം ഈ അർപ്പണമാണേ എൻ ശരണം കൈക്കൊള്ളണേ സ്നേഹയാഗം പ്രീതനായി തീരണേ ഈ ബലിയിൽ കൈക്കൊള്ളണേ സ്നേഹയാഗം പ്രീതനായി തീരണേ ഈ ബലിയിൽ കാഴ്ചയേകാം കാസയിൽ സഹോദരരെ, എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സന്തോഷത്തോടെ അർപ്പിക്കുന്ന ഈ കാണിക്കകൾ കാരുണ്യപൂർവ്വം സ്വീകരിക്കുകയും വിവാഹ കൂദാശയുടെ ഉടമ്പടിയാൽ അങ്ങ് സംയോജിപ്പിച്ച ഇവരെ പിതൃവാത്സല്യത്താൽ കാത്തുപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങുമെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത്
ദൈവികമായ പദ്ധതിയിലേക്ക് ഞങ്ങളെ ആനയിക്കുകയും ചെയ്യുന്നു. ആകയാൽ മാലാഖമാരോടും സകല വിശുദ്ധരോടുമൊത്ത് അഭിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ നൽകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവേ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്നും കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ബലിയായി തിരുമുമ്പിൽ നൽകാൻ അടിയന്റെ അനുതാപഗാനം അവിടുത്തെ അനുഗ്രഹം അതുമാത്രം അനശ്വരം ഇടയന്റെ വഴി തേടി പാടും ഇടറുന്ന ഹൃദയാദ്രഗാനം അവിടുത്തെ അൾത്താര അതുമാത്രം ആശ്രയം ബലിയായി തിരുമുമ്പിൽ നൽകാൻ അടിയന്റെ അനുതാപഗാനം
ദമ്പതികളായി തീർന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹഭൂതാശയാൽ ഒന്നായി തീർന്ന ഇവർ അങ്ങയോട് സദാ ചേർന്ന് നിൽക്കുകയും അങ്ങേ നാമം മാനവ സമക്ഷം പ്രഖ്യാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ദമ്പതികൾ ശ്രമിക്കുക. ദൈവത്തിന്റെ ജാതനായ ഏകപുത്രൻ ഉയർച്ചയിലും താഴ്ചയിലും നിങ്ങളെ കാരുണ്യപൂർവ്വം സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിൽ സദാ ചൊരിയുമാറാകട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന്